ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. മനുഷ്യ ചരിത്രം തിരുത്തിയ കണ്ണാടി കാഴ്ചകൾ. കണ്ണാടികൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. കണ്ണാടിയിൽ പ്രതിബിംബം തെളിയുന്നതിന് പിന്നിലൊരു വലിയ ശാസ്ത്രവുമുണ്ട്. കണ്ണാടിയിൽ നോക്കാത്ത ഒരു ദിനം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മുഖം നോക്കാനോ പിറകിൽ നിന്ന് വരുന്ന വാഹനത്തെ കാണാനോ നാം ഇത് നിത്യേന ഉപയോഗിക്കും. മനുഷ്യഭാവനയെ ഒരുപാട് ഉത്തേജിപ്പിച്ച ഒരു വസ്തുവാണ് കണ്ണാടി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നൊരു പഴമൊഴിയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ശാസ്ത്രത്തിലും മനുഷ്യ ചരിത്രത്തിലും കലയിലുമെല്ലാം വലിയ സാന്നിധ്യം തന്നെയാണ് കണ്ണാടി. സാധാരണയായി എല്ലാ പ്രതലങ്ങളിലും പ്രകാശം തട്ടിയാൽ പ്രതിപതിക്കും. നല്ല മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം തട്ടിയാൽ ക്രമമായി അത് പ്രതിപതിക്കും. ഇത്തരം പ്രതലങ്ങളിൽ നമുക്ക് മുഖം നോക്കാൻ കഴിയും. ഇങ്ങനെ ക്രമപ്രതിപതനം റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ അഥവാ കണ്ണാടികൾ. പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തേക്കാൾ ചെറിയ കുന്നുകളും കുഴികളും നിറഞ്ഞ പ്രതലങ്ങൾ മാത്രമേ ദർപ്പണമാവൂ. നിരപ്പല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം തട്ടിയാൽ അവ എങ്ങോട്ടെങ്കിലുമൊക്കെ പ്രതിഫലിക്കും. ഇത്തരത്തിലുള്ള ക്രമരഹിതമായ പ്രകാശ പ്രതിപതനമാണ് വിസരിത പ്രതിപതനം, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. മിനുസമില്ലാത്ത എല്ലാ പ്രതലങ്ങളിലും വിസരിത പ്രതിപതനമാണ് സംഭവിക്കുന്നത്. ചരിത്രാതീത കാലത്ത് തന്നെ മനുഷ്യൻ കണ്ണാടികൾ ഉപയോഗിച്ചിരുന്നു. നിശ്ചലമായ ജലോപരിതലങ്ങളും പാത്രങ്ങളിൽ ശേഖരിച്ച വെള്ളവുമൊക്കെയായിരിക്കണം ആദ്യത്തെ കണ്ണാടികൾ. ഉദ്ദേശം 6000 BC-യിൽ അനറ്റോളിയയിൽ നിന്ന് അഗ്നിപർവ്വതശിലയായ ഒബ്സീഡിയൻ മിനുസപ്പെടുത്തി കണ്ണാടിയായി ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. BC 4000-ൽ ചെമ്പ് മിനുസപ്പെടുത്തി ഉണ്ടാക്കിയ കണ്ണാടികൾ മെസോപ്പൊട്ടേമിയയിൽ ഉപയോഗിച്ചിരുന്നതത്രേ. ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ സംസ്കാരങ്ങളിലും ലോഹനിർമ്മിത കണ്ണാടികൾ ഉപയോഗിച്ചിരുന്നു. ചില്ലു പ്രതലത്തിൽ ലോഹം പൊതിഞ്ഞ് കണ്ണാടിയാക്കുന്ന വിദ്യ രൂപപ്പെടുത്തിയത് റോമക്കാരാണ്. 16-ാം നൂറ്റാണ്ടോടുകൂടി വെനീസുകാർ കണ്ണാടി നിർമ്മാണത്തിൽ പ്രാവീണ്യം നേടി. 1835-ൽ ഗ്ലാസ് പ്രതലത്തിൽ വെള്ളി പൂശുന്നതിനുള്ള രാസപ്രവർത്തനം ജർമ്മൻ രസതന്ത്രജ്ഞനായ ജസ്റ്റസ് വോൺ ലീബിഗ് കണ്ടെത്തി. ഇതോടെ ദർപ്പണങ്ങൾ സുലഭമായി തുടങ്ങി. ഇന്ന് വാക്വം ഡെപ്പോസിഷൻ വഴി വെള്ളിയോ അലുമിനിയമോ ഗ്ലാസ് പ്രതലത്തിൽ പൂശിയാണ് കണ്ണാടികൾ ഉണ്ടാക്കുന്നത്. പ്രകാശം പ്രതിപതിക്കുന്ന പ്രതലങ്ങളുടെ ആകൃതിക്കനുസരിച്ച് കണ്ണാടികളുടെ സ്വഭാവവും മാറും. സമതലമായ പ്രതിപതന സ്ഥലമുള്ള കണ്ണാടിയാണ് നാം മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് സമതല ദർപ്പണമാണ്. പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞ കണ്ണാടികൾ കോൺകേവ് ദർപ്പണമെന്നും പ്രതിപതന തലം പുറത്തേക്ക് തള്ളിയ കണ്ണാടികൾ കോൺവെക്സ് ദർപ്പണമെന്നും അറിയപ്പെടുന്നു. പ്രതിപതന തലം നിരപ്പായ കണ്ണാടികളാണ് സമതല ദർപ്പണങ്ങൾ. ഇതാണ് നാം മുഖം നോക്കാനായി ഉപയോഗിക്കുന്നത്. ഈ കണ്ണാടികളിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. വസ്തുവിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള അകലവും കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. കണ്ണാടിക്ക് മുൻപിൽ നിന്ന് നാം വലത് കൈ ഉയർത്തിയാൽ പ്രതിബിംബത്തിൻ്റെ ഇടത് കൈയാണ് ഉയരുന്നത്. ഇങ്ങനെ പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണുന്നതിനെ പാർശ്വിക വിപരീയം എന്ന് പറയും. ആംബുലൻസിന് മുകളിൽ പാർശ്വിക വിപരീയം സംഭവിച്ച രീതിയിലാണ് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ കണ്ണാടിയിൽ ഇത് ശരിയായ രീതിയിൽ കാണും. ആഭരണശാലകളിലും ബേക്കറികളിലും കൂടുതൽ വിസ്തൃതി തോന്നിക്കാൻ സമാന്തരമായി സമതല ദർപ്പണങ്ങൾ സ്ഥാപിക്കാറുണ്ട്. ആവർത്തന പ്രതിപതനം വഴി ഒരുപാട് വലിയ ഷോറൂമായി നമുക്കത് അനുഭവപ്പെടും.
ആവർത്തന പ്രതിപതനം വഴി മനോഹരമായ നിരവധി ഡിസൈനുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന കളിക്കോപ്പാണ് കാലിഡോസ്കോപ്പ്. 60 ഡിഗ്രി കോണളവിൽ ചേർത്ത് വച്ചിരിക്കുന്ന 3 സമതല ദർപ്പണങ്ങളാണ് ഇതിലുള്ളത്. 2 സമതല ദർപ്പണങ്ങൾ വ്യത്യസ്തമായ കോണളവുകളിൽ ക്രമീകരിച്ചാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം വ്യത്യാസപ്പെടുത്താം. ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് കുറഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടും. കോണളവ് കൂടിയാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും. കണ്ണാടികൾ 120 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചാൽ 2 പ്രതിബിംബങ്ങൾ കാണാം. കണ്ണാടികൾക്കിടയിലെ കോണളവ് 90 ഡിഗ്രി ആയാൽ 3 പ്രതിബിംബങ്ങൾ കാണാൻ കഴിയും. 30 ഡിഗ്രി ആയാൽ അത് 11 പ്രതിബിംബങ്ങൾ കാണിക്കും. ദർപ്പണങ്ങൾ സമാന്തരമായാൽ പ്രതിബിംബങ്ങളുടെ എണ്ണം അനന്തവുമാവും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയാം കോൺവെക്സ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന ഇത്തരം ദർപ്പണങ്ങളാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾ വസ്തുവിനേക്കാൾ ചെറുതും നിവർന്നതുമാണ്. ഇവയെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഇവ മിഥ്യാ പ്രതിബിംബങ്ങളാണ്. ഇത്തരം ദർപ്പണങ്ങളിൽ കൂടുതൽ വിശാലമായ പ്രതലം പ്രതിബിംബിക്കും. പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. ഇത്തരം കണ്ണാടികളിൽ എപ്പോഴും ഒരേപോലുള്ള പ്രതിബിംബമല്ല രൂപപ്പെടുക. കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ നാം എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ച് പ്രതിബിംബത്തിൻ്റെ വലിപ്പവും സ്വഭാവവും മാറും. ഷേവിംഗ് മിററും ദന്ത ഡോക്ടറുടെ കയ്യിലെ കണ്ണാടിയും കോൺകേവ് ദർപ്പണങ്ങളാണ്. ദർപ്പണത്തിൻ്റെ ഫോക്കസിനും ദർപ്പണത്തിനുമിടയിൽ വസ്തുക്കൾ വെച്ചാൽ വലുതും നിവർന്നതുമായ മിഥ്യാ പ്രതിബിംബം കിട്ടും. ഷേവിംഗ് സമയത്ത് കണ്ണാടിയുടെ ഫോക്കസിനുള്ളിലാണ് നമ്മുടെ മുഖം ഉണ്ടാവുക. അതിനാൽ നിവർന്ന വലിയ പ്രതിബിംബം കണ്ണാടിയിൽ രൂപപ്പെടും. കറി കോരാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ സ്പൂണിൻ്റെ ഉൾഭാഗത്ത് രൂപപ്പെടുന്നത് ചെറുതും തല കീഴായതുമായ പ്രതിബിംബമാണ്. കോൺകേവ് ദർപ്പണത്തിൽ എങ്ങനെയാണ് ഇത്തരം പ്രതിബിംബം രൂപപ്പെടുന്നത്? സ്റ്റീൽ സ്പൂണിൻ്റെ കുഴിഞ്ഞ ഭാഗം ഒരു ചെറിയ ഗോളീയ ദർപ്പണത്തിൻ്റെ ഭാഗമാണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരത്തെ അപേക്ഷിച്ച് വളരെ അകലെ നിന്നും വരുന്ന പ്രകാശരശ്മികൾ സ്പൂണിൻ്റെ അകവശത്ത് തട്ടി പ്രതിപതിച്ച് ഫോക്കസിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെ ചെറുതും തലകീഴായതും യഥാർത്ഥവുമായ പ്രതിബിംബം രൂപപ്പെടും. കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിച്ച് പ്രകാശരശ്മികളെ കേന്ദ്രീകരിക്കാൻ കഴിയും. BC 3-ാം നൂറ്റാണ്ടിൽ സിറോക്യൂസിൽ ജീവിച്ചിരുന്ന ആർക്കിമിഡീസ് എന്ന ശാസ്ത്രജ്ഞൻ കടൽക്കരയിൽ സ്ഥാപിച്ച വലിയ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രു കപ്പലുകളെ കത്തിച്ചു കളഞ്ഞത്രേ. സോളാർ കുക്കറിൽ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൗരതാപം കേന്ദ്രീകരിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. സെർച്ച് ലൈറ്റുകളിലും ഹെഡ് ലൈറ്റുകളിലും ടോർച്ചിലും വളരെ അകലത്തേക്ക് പോകുന്ന ഒരു പ്രകാശ ബീം നമുക്ക് കാണാം. ഇതിലുപയോഗിക്കുന്ന കോൺകേവ് ദർപ്പണമാണ് ഇത് സാധ്യമാക്കുന്നത്. ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസിലാണ് ബൾബ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫോക്കസിൽ നിന്ന് ഉയരുന്ന പ്രകാശത്തെ ദർപ്പണം അനന്തതയിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ ഒരു പ്രകാശ ബീം നമുക്ക് ലഭിക്കും. കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിച്ചാണ് പ്രതിപതന ടെലസ്കോപ്പ് നിർമ്മിക്കുന്നത്. 1668 സർ ഐസക് ന്യൂട്ടനാണ് ആദ്യമായി പ്രതിപതന ടെലസ്കോപ്പ് ഉണ്ടാക്കിയത്, അതായത് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ മനുഷ്യനല്ലാത്ത മറ്റ് ജീവികൾക്കും സാധിക്കുമോ എന്നറിയാനുള്ള പരിശോധനയാണ് മിറർ ടെസ്റ്റ്. 1970 ഗോർഡൻ ഗാലബ് ജൂനിയറാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ജീവികളെ മയക്കിയ ശേഷം അവയുടെ മുഖത്തെവിടെയെങ്കിലും ഒരു അടയാളം പതിപ്പിക്കും. ഉണർന്ന ശേഷം കണ്ണാടി കാണിക്കും. സ്വന്തം മുഖത്തെ അടയാളം അവ തൊട്ടുനോക്കുകയോ മാറ്റുകയോ ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവയ്ക്ക് സ്വന്തം പ്രതിബിംബം തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് അനുമാനിക്കാം. ഈ ടെസ്റ്റിൽ മിക്ക ജീവികളും പരാജയപ്പെട്ടു. മൂക്കൻ ഡോൾഫിൻ, ചിലയിനം കുരങ്ങന്മാർ എന്നിവ മാത്രമേ ഈ ടെസ്റ്റ് പാസ്സായുള്ളൂ. മനുഷ്യക്കുട്ടികൾ സാധാരണയായി 1.5 വയസ്സാകുമ്പോഴാണ് സ്വന്തം പ്രതിബിംബം തിരിച്ചറിയുന്നത്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബങ്ങൾ യഥാർത്ഥ വസ്തുക്കളായി തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ് ദർപ്പണ അജ്ഞത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിബിംബത്തിലെ വസ്തുക്കളുടെ യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. തലച്ചോറിലെ വലത് ഫ്രോണ്ടൽ ലോബിനുണ്ടാകുന്ന തകരാറ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. തലച്ചോറിലെ ഈ തകരാറ് മനസ്സിലാക്കാൻ സാധാരണ കണ്ണാടി മതി.
കയ്യോ കാലോ നഷ്ടപ്പെട്ടവർക്ക് ഇല്ലാത്ത കാലിൽ വേദനയും ചൊറിച്ചിലും മറ്റും അനുഭവപ്പെടാറുണ്ട്. ഫാൻറ്റം ലിംബ് സിൻഡ്രോം എന്നറിയപ്പെടുന്നു ഇത്. ഇത്തരം അവസ്ഥകളെ ചികിത്സിക്കാൻ സാധാരണ കണ്ണാടിയിലെ പ്രതിബിംബങ്ങൾ ഉപയോഗിക്കുന്നു. പ്രശസ്ത ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ VS രാമചന്ദ്രനാണ് ഈ ചികിത്സ ലോകത്തെ പരിചയപ്പെടുത്തിയത്. കണ്ണാടികളും അവയുണ്ടാക്കുന്ന പ്രതിബിംബങ്ങളും നമ്മുടെ സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ നാർസിസസിൻ്റെ കഥ തന്നെ മികച്ച ഉദാഹരണമാണ്. ഗ്രീക്ക് നദീദേവനായ സെബീസസിൻ്റെ സിറിയോപ്പിൻ്റെയും പുത്രനായിരുന്നു സുന്ദരനായ നാർസിസസ്. ഒരിക്കൽ കുളത്തിലെ വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട നാർസിസ് അതിനെ പ്രണയിച്ച് ഇരുന്നിടത്തു നിന്നനങ്ങാതെ ജീവൻ വെടിഞ്ഞു. അവനോടുള്ള അമിത സ്നേഹത്തിന് ഇങ്ങനെ നാർസിസം, അതായത് ആത്മരതി എന്ന് പേരും കിട്ടി. 1969 ജൂലൈ 21 ചന്ദ്രനിലിറങ്ങിയ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ ഒരു കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ട്. ലേസർ റേഞ്ചിങ് റിട്രോ റിഫ്ലക്ടർ എന്ന പേരുള്ള ഈ കണ്ണാടി അതിൽ പതിക്കുന്ന ലേസർ ബീമിനെ അതേ ദിശയിൽ തിരിച്ചയക്കും. ഭൂമിയിൽ സ്ഥാപിച്ച ടെലിസ്കോപ്പുകൾ ഈ പ്രതിപതന ലേസറിനെ പിടിച്ചെടുക്കും. ഇതുപയോഗിച്ച് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കാൻ കഴിയും. അപ്പോളോ 11, 14, 15 ദൗത്യങ്ങൾ ചന്ദ്രനിൽ കണ്ണാടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ ഉപയോഗിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ്റെ ഭ്രമണപഥം ഓരോ വർഷവും 3.8 സെൻറ്റിമീറ്റർ അകലുന്നുണ്ട് എന്നും ചന്ദ്രൻ്റെ അകക്കാമ്പ് ദ്രവരൂപത്തിലാണെന്നും ഈ പഠനങ്ങൾ പറയുന്നു. ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളായും കണ്ണാടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യ വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു 1927 ജൂൺ 4 ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കളമങ്കോട് ക്ഷേത്രത്തിലായിരുന്നു ഇത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരു ഇതുവഴി മുന്നോട്ട് വെച്ചത്. വൈക്കം താലൂക്കിലെ ഉല്ലലയിലാണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. മഹാഭാരതത്തിലും ഒരു മാന്ത്രിക കണ്ണാടി കഥയുണ്ട്. ഛായാമുഖി എന്ന മാന്ത്രിക കണ്ണാടി ഭീമന് നൽകിയത് ഹിഡുംബി എന്ന രാക്ഷസിയാണ്. ഈ കണ്ണാടിയിൽ നോക്കിയാൽ സ്വന്തം മുഖമല്ല കാണുക, നോക്കുന്ന ആളിൻ്റെ പ്രണയഭാജനത്തെയാണ്. ഭീമസേനൻ എന്നും തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാലാണ് ഹിഡുംബി ഈ മാന്ത്രിക കണ്ണാടി നൽകിയത്. പക്ഷേ ഭീമൻ നോക്കിയപ്പോൾ കണ്ണാടിയിൽ കണ്ടത് പാഞ്ചാലിയെയാണ്. പാഞ്ചാലി നോക്കിയപ്പോൾ കണ്ടത് അർജുനനെയും. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം പോണി ജെ ബേസിൽ.